പുതിയ കാലത്ത് നിർലോഭമായി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചിന്തകൾ മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെ തകരാറിലാക്കും വിധം വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആക്ടിവിസ്റ്റ്, നേരത്തെ മുസ്ലിമായി അറിയപ്പെടുകയും പിന്നീട് ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്തു പോയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു യുവതി, ഒരു ആക്ടിവിസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനിപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഞാനൊരു മുസ്ലിമായി തന്നെ തുടരുകയായിരുന്നുവെങ്കിൽ എനിക്ക് ലഭിക്കുമായിരുന്നില്ല. അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവുമൊന്നും ഒരു മുസ്ലിമായി തന്നെ അവർ ജീവിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കുമായിരുന്നില്ല. എന്താണ് മുസ്ലിമാകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന സന്തോഷവും സമാധാനവും? വളരെ പ്രാധാന്യത്തോടെ പുതിയ തലമുറയോട്, വളർന്നു വരുന്ന തലമുറയോട് പറയേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണിത്. മുസ്ലിമായാൽ ഇല്ലാതാവുന്ന സന്തോഷം മുസ്ലിമല്ലാതാവുമ്പോൾ ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് സന്തോഷമെന്നല്ല, അതിന്റെ പേര് അരാജകത്വം എന്നാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ ജന്മനാ അവനിണങ്ങുന്ന ഒരു പ്രകൃതിയുണ്ട്. അവൻ മണ്ണ് വാരി തിന്നുന്നവനല്ല. അവന്റേതായ രീതിയിൽ അവനാവശ്യമായ ശരീരഘടനയിൽ അവന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഭക്ഷണ രീതികളും സ്വഭാവ സവിശേഷതകളുമൊക്കെ നിലനിന്നു പോരേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴേ അവന് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയും. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നിടത്ത് ഒരാൾ മാത്രമായി ധിക്കാരിയായി ജീവിക്കുക എന്നുള്ളതല്ല. എല്ലാവരും സമാധാനപൂർവ്വം ജീവിക്കുന്നിടത്ത് ആ സമാധാനം ഏറ്റെടുത്തുകൊണ്ട് ഈ ആദർശം മുറുകെ പിടിച്ചെങ്ങനെ ജീവിക്കാൻ കഴിയും എന്നായിരിക്കണം വിശ്വാസി ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാകുമ്പോ ഭക്ഷണം പലതുമുണ്ട് നമ്മുടെ നാട്ടിൽ. ദഹനത്തിന് ദഹിക്കാൻ പറ്റുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. മാംസാഹാരങ്ങളുണ്ട്, സസ്യാഹാരങ്ങളുണ്ട്. എന്നാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവന് ദഹിക്കാൻ കഴിയുന്നതൊക്കെയും കഴിക്കുക എന്ന അർത്ഥത്തിലല്ല. ഭക്ഷണം ഹലാലായിരിക്കണം. ഹലാലായ സമ്പാദ്യത്തിലൂടെ നേടിയെടുത്ത ഭക്ഷ്യവിഭവങ്ങളെ അവന് കഴിക്കാൻ മതം അനുവദിക്കുന്നുള്ളൂ. ഹറാമായ രീതിയിൽ ഉണ്ടാക്കുന്ന പണം കൊണ്ട് വാങ്ങുന്ന ഭക്ഷണം അത് പച്ചവെള്ളമായിരുന്നാൽ പോലും അവന്റെ വയറ്റിലേക്ക് പോകാൻ പാടില്ല. മറ്റൊന്ന്, ആ ഭക്ഷണം ത്വയ്യിബുമായിരിക്കണം, ഹലാലും ത്വയ്യിബുമായിരിക്കണം, അനുവദിക്കപ്പെട്ടതും നല്ലതുമായിരിക്കണം. ശരീരത്തിന് ദോഷം ചെയ്യുന്ന, ശാരീരികമായി പ്രയാസമുണ്ടാക്കുന്ന, രോഗാതുരമായ അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. ഇനി എങ്ങനെ കഴിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന്റെ വയറിനെ 3 ഭാഗമാക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് ഭക്ഷണവും ഒരല്പഭാഗത്ത് വെള്ളവും മറ്റൊരു ഭാഗത്ത് ശ്വാസോച്ഛ്വാസം നന്നായി നിർവഹിക്കാൻ ഉതകുന്ന രീതിയിൽ ഫ്രീയായും വിടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭക്ഷണ രീതിയാണിത്. ഈ ഭക്ഷണ രീതിയാണ് മനുഷ്യ പ്രകൃതിക്ക് ഏറ്റവും യോജിച്ചത് എന്ന് വർത്തമാനകാലത്തെ ആരോഗ്യരംഗത്തെ വലിയവർ പോലും സമ്മതിച്ചിരിക്കുകയാണ്. വയറ് നിറച്ച് കഴിച്ച് ദുർമേധസ്സോടെ രോഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്നതല്ല, വയറിൽ ഒരല്പം മാത്രം ഭക്ഷണം എത്തിച്ച് ആവശ്യമായ വെള്ളം എത്തിച്ച്
ശരീരത്തെ അതിൻ്റെതായ രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണ രീതിയാണ് ഒരുവന്റെ ആരോഗ്യത്തിനും സുഖകരമായ ജീവിതത്തിനും വേണ്ടത് എന്ന് ആരോഗ്യശാസ്ത്രം സമ്മതിച്ചിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, ആരോഗ്യരംഗത്തെ വിശഗ്ധരന്മാർ പോലും ചിന്തകന്മാർ പോലും സമ്മതിക്കുന്ന ഈ ഒരു വസ്തുതയെ ഇസ്ലാമിന്റെ പടച്ചവൻ മനുഷ്യർക്കായി മോചനമായി കൊണ്ടുവന്ന മതത്തിന്റെ തത്വങ്ങളിൽപ്പെട്ടതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അവന്റെ പ്രവൃത്തിക്കിണങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ രീതി. വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അവനവന്റെ ഇഷ്ടമനുസരിച്ച് അവന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തക്കനുസരിച്ച് ജീവിക്കേണ്ടവനല്ല. ആളുകളോട് അവനുണ്ടാകുന്ന പ്രയാസം, ആളുകളോട് അവനുണ്ടാകുന്ന ഇഷ്ടക്കുറവ് ആർത്തലച്ച് അവനെതിരെ, അവൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവൻ നീരസമുള്ള ആൾക്കെതിരെ ആർത്തലച്ച് കുരച്ചു ചാടാനുള്ള ശൈലിയായിക്കൊണ്ട് നടക്കരുത്. അങ്ങനെയാകുമ്പോ അവർക്കിടയിൽ മാത്രമല്ല സമൂഹത്തിൽ പോലും സംഘർഷഭരിതമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. സമാധാനത്തോടെ ജീവിക്കണം, മിതമായ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഭാഷണം, നിങ്ങളുടെ സംസാരം ഉണ്ടാവേണ്ടത്. ഒരാളെ പോലും നാവുകൊണ്ടോ കൈകൊണ്ടോ ആക്രമിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ സന്ദേശമാണ്. നമുക്കൊരാളോട് പോലും നീരസം തോന്നിയാൽ എന്നിട്ട് പോലും അവനെ അടക്കി നിർത്തിക്കൊണ്ട് അവർക്കിടയിൽ ഭിന്നത, അകൽച്ച രൂക്ഷമാകാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള നിയമമായി നമ്മൾ കാണേണ്ടത്. പറഞ്ഞു വരുന്നത്, മനുഷ്യർക്കിടയിലെ സ്നേഹവും സഹകരണവും ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള നിർദ്ദേശം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവന്റെ ശരീരബുദ്ധിക്ക് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണ വ്യായാമ ക്രമീകരണങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സുഖങ്ങളും ആസ്വാദനങ്ങളും ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്ന നിലയിൽ അവർക്കിടയിൽ യോജിപ്പുണ്ടാകാൻ, അവർ ഒന്നാവാൻ എന്തെന്ത് രീതിയിലുള്ള കാര്യങ്ങളാണ് നിർവഹിച്ചു പോവേണ്ടത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുമ്പോ ഇഷ്ടപ്പെട്ട് അവർ ഒന്നായി ജീവിക്കുന്നു, ഇനി ഇഷ്ടം ഇല്ലാതാകുമ്പോ ഒഴിഞ്ഞു പോകാം എന്ന പുതിയ ചിന്ത ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലല്ല, മറിച്ച് ആത്മീയമായ ഉത്കർഷത്തോടെ അവർ ഒന്നായി തീരണമെന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്തെന്നാൽ വൈവാഹിക ജീവിതത്തിലൂടെ ഇണയായി തുണയായി ഒത്തുചേരുന്ന രണ്ടുപേരും അവരുടെ ജീവിതാന്ത്യം വരെ, ജീവിതാന്ത്യം എന്ന് പറയുമ്പോ പിന്നെയും വർഷങ്ങളോളം അവർ ജീവിക്കും. അതിനിടയിൽ ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടാകുന്നു. ശാരീരികമായ ക്ഷീണവും ചോർച്ചയും പ്രയാസവും ഉണ്ടാകും ആർക്കെങ്കിലും ഒരാൾക്ക്. അപ്പോൾ മറ്റൊരാൾ തുണയായി നിന്നുകൊണ്ട്, അങ്ങനെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടും തണലായി നിന്നുകൊണ്ട് അവർ ഒന്നായി ജീവിക്കണം. അവരിലെ മക്കൾ, അവരിലെ തലമുറകൾ അവർക്കും സമൂഹത്തിനും നല്ലവരായി വളർന്നു വരണം. ഈ ഒരു ചിന്തയാണ്, ഈ ഒരു രീതിയാണ്, ഈ ഒരു കാര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ യോജിക്കണമെന്ന നിലപാടിന്റെ ആകത്തുക. അങ്ങനെ വെച്ച് പറയുമ്പോ ഏറ്റവും നല്ല രീതിയിൽ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ച് എല്ലാവർക്കും സംതൃപ്തമായ അവസ്ഥ സംജാതമാക്കി കൊടുത്തുകൊണ്ട് സമാധാനത്തോടെ ഈ ലോകത്തു നിന്നും പിരിഞ്ഞു പോവാൻ കഴിയുന്ന ഒരാളാണ് സത്യവിശ്വാസി. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല രീതിയിൽ ഈ ലോകത്ത് ജീവിക്കുന്നവൻ എന്നറിയാൻ വേണ്ടിയാണ് പടച്ചവൻ മരണവും ജീവിതവും ഒരുക്കിയിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുകയാണ്. നമ്മൾ ഇവിടെ ജീവിക്കുന്നു, നമ്മൾ മരിച്ചു പോകുന്ന കാര്യം ഉറപ്പാണ്.
എന്നാൽ ഇത് രണ്ടും ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് പടച്ചവൻ തന്നിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നന്നായി ജീവിക്കുക. വിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്തിൽ പറയുന്നു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുതേ. എല്ലാം അറിഞ്ഞ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അതിന്റെ പിന്നിലെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായി മനസ്സിലാക്കുന്ന ആളുകളല്ല നമ്മൾ. ബുദ്ധിയുള്ള ചിന്തയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങൾ ഉണ്ടാവാം, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. അതാണ് ലോകത്ത് കണ്ടുവരുന്ന ഒട്ടേറെ ചിന്താധാരകളുടെ പിന്നിലും. അങ്ങനെയാകുമ്പോ ഞാൻ മനസ്സിലാക്കിയതൊക്കെ ശരി, നിങ്ങൾ മനസ്സിലാക്കിയതൊക്കെ തെറ്റ് എന്നൊരിക്കലും പറയാനേ കഴിയില്ല. എന്റെ മനസ്സിലാക്കലിൽ പരിമിതിയുണ്ട്, എന്റെ ബുദ്ധിയിൽ പരിമിതിയുണ്ട്, നിങ്ങളുടെ മനസ്സിലാക്കലിലും പരിമിതിയുണ്ട്, നിങ്ങളുടെ ബുദ്ധിയിലും പരിമിതിയുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ തർക്കങ്ങൾ ഒരിക്കലും പാടില്ല എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ഒരു വിഷയത്തെ അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത്. വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ അഹന്തയോടെ നടക്കരുതേ. നമ്മൾ അഹങ്കാരികളായി ഈ ഭൂമിയിൽ നടന്നതുകൊണ്ടൊരു കാര്യമില്ല. നടക്കാൻ കാല് തന്ന അല്ലാഹു ആ കാലിന്റെ ശേഷി നശിപ്പിക്കാനും ഇല്ലാതാക്കാനും കഴിവുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകുമ്പോ നമ്മുടെ നടത്തത്തിൽ മിതത്വം ഉണ്ടാകും. ഖുർആൻ പറയുന്നു, നോക്കൂ, വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുതേ. ഇന്നക ലൻ തഖ്രിഖൽ അർള്, ഈ ഭൂമിയെ നിനക്ക് പിളർത്താൻ കഴിയില്ല. ഞാനൊരു കാലടി മുന്നോട്ട് വെച്ചാൽ ആ കാലടിയുടെ ശബ്ദത്തിൽ ഏതെങ്കിലും ആനിമേഷൻ കാര്യങ്ങളിലൊക്കെ അത്തരത്തിൽ കാണാം. കാലം എടുത്തു വെക്കുമ്പോ ഭൂമി അങ്ങ് പിളരുന്നത്. അങ്ങനെ ഒരിക്കലും മനുഷ്യന് കഴിയില്ല. ഈ ഭൂമിയുടെ ആഴത്തിലേക്ക് നിന്നെ അവസാനം കൊണ്ടുപോവുകയും ആ ഭൂമിക്കടിയിൽ നീ ചീഞ്ഞളിഞ്ഞ് ഇല്ലാതാകുകയും ചെയ്യും എന്നാണ് നീ ഓർക്കേണ്ടത്. ഈ ഭൂമിയെ നിന്റെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ പിളർത്താൻ നിനക്ക് കഴിയില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ, വലൻ തബ്ലുഗൽ ജിബാല തൂലാ, ഉയരത്തിൽ നിനക്ക് പർവ്വതങ്ങൾക്കൊപ്പം എത്താനും കഴിയില്ല കേട്ടോ. ഞാൻ വലിയവനാണ്, ഞാനാണ് ഏറ്റവും വലിയവൻ. ഫിർഔൻ അഹങ്കരിച്ചു, അതുപോലെ അഹങ്കരിച്ച് നടക്കണ്ട. പർവ്വതങ്ങളോളം ഉയരാൻ അതുപോലെ ശക്തമായ രീതിയിൽ നാട്ടപ്പെട്ട ഒന്നായി ഈ ഭൂമി ഇളകാതിരിക്കാൻ നാട്ടപ്പെട്ട ഒരാണിയായി ഇവിടെ ജീവിക്കാൻ നിലനിൽക്കാൻ നിനക്ക് കഴിയില്ല. അത്രയൊന്നും നീ പോരാ. ഒരു വലിയ പർവ്വതത്തിന്റെ മേൽ കാല് വെച്ച് കയറി 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 മുന്നോട്ടെത്തുമ്പോഴേക്കും നീ തളർന്നു പോകും, നീ തളർന്നു വീഴും. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട മനുഷ്യ, ഏറ്റവും മിതമായ രീതിയിൽ നിന്റെ അസ്തിത്വവും വ്യക്തിത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നീ ഇവിടെ ജീവിക്കാൻ എന്ന് ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നു, വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്ൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികളെ നിങ്ങൾ സമീപിച്ചു പോകല്ലേ. എത്ര മനോഹരമാണ് ഞാൻ ഈ ഓതിയ 3 ഖുർആൻ വചനങ്ങളിലൂടെ മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ച സ്വഭാവ സവിശേഷത. ഒന്ന് പറയുന്നത്, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന പരീക്ഷണമാണ് ഈ ലോകത്ത്. മറ്റൊന്ന്, അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത്. നിനക്ക് ഭൂമിയെ പിളർത്താനാവൂല, നിനക്ക് പർവ്വതത്തോളം ഉയരാനും കഴിയില്ല. അതുകൊണ്ട് നീ അഹങ്കരിക്കരുത്. ഇവിടെ പറയുന്നു, പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികളെ, തെമ്മാടിത്തങ്ങളെ, തോന്നിവാസങ്ങളെ നീ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകരുത് എന്ന്. എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ തന്നെ ഒരുവൻ നല്ലവനായിത്തീരും, ഒരുവൻ ശുദ്ധനായിത്തീരും. അങ്ങനെ ശുദ്ധിയോടെ നല്ലവനായി ജീവിച്ച് പിരിഞ്ഞു പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ദൗത്യത്തിന്റെ
ഭാഗം എന്ന് നാം അറിയുക. ഈ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത കുറെ വാക്കുകളുണ്ട്. സ്ത്രീക്കും പുരുഷനും എന്തിനാണ് 2 ബാത്റൂം, എന്തിനാണ് 2 റൂമുകൾ? ഒന്നിച്ചുറങ്ങിക്കൂടെ? ഒരു ഹോസ്റ്റലിൽ, ഒരു റൂമിൽ, ഒരു കട്ടിലിൽ ഒന്നിച്ചുറങ്ങുന്നതിന് എന്താണ് തടസ്സം? ആരാണ് ഈ വിവേചനം സൃഷ്ടിച്ചത്? ഒരേ ഒരു ബാത്റൂമിൽ സ്ത്രീയെന്നും പുരുഷനെന്നും എഴുതി വെക്കാതെ ഒരേ രീതിയിൽ പെരുമാറിക്കൂടെ? ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത്? മതമല്ല, വിഷമാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കാൻ. സമൂഹത്തിന്റെ സുസ്ഥിതിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരേ ഒരു നിമിഷം ഒറ്റക്കായാൽ പോലും അവിടെ ഇബ്ലീസ് അവരെ സ്വാധീനിക്കുമെന്നുള്ളതിന് വർത്തമാനകാലത്തെ ഒരുപാട് സംഭവങ്ങൾ തെളിവാണ്. കൊന്നും കൊടുത്തും ആത്മഹത്യ, ഗർഭഛിദ്രം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണത്? ബസ്സിൽ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ബസ്സിലെ ഡ്രൈവറുമായി, ബസ്സിലെ കണ്ടക്ടറുമായി, ഓട്ടോറിക്ഷ ഡ്രൈവറുമായി, സ്കൂൾ അധ്യാപകരുമായി, ക്ലാസ്മേറ്റുമായി, അങ്ങനെ അങ്ങനെ ഒരുപാട് അവിഹിത കഥകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവിടെയൊക്കെ ബുദ്ധിമുട്ടുന്നത്, പ്രയാസപ്പെടുന്നത് സ്ത്രീകളാണ്. ഇസ്ലാം വളരെ മനോഹരമായിക്കൊണ്ട് തന്നെയാണ് ഈ വൈവാഹിക ജീവിതം, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സൗഹൃദം പങ്കുവെക്കേണ്ടത്, എങ്ങനെയാണ് ഒന്നാവേണ്ടത്, എത്രയൊക്കെ അതിനാവാം, എത്രയൊക്കെ അതിനായിക്കൂടാ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്ക് പെൺമക്കളുണ്ട്, നിങ്ങൾക്ക് പെൺമക്കളുണ്ട്. എന്റെ സഹോദരി, എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ പെൺമക്കൾ, അവർക്ക് സ്വസ്ഥമായി സ്വയമായി ഇവിടുന്ന് പുറത്തു പോവാൻ കഴിയണം. അവർക്ക് ആരാധനാലയങ്ങളിൽ പോവാൻ കഴിയണം. അവർക്ക് ആശുപത്രിയിൽ പോവാൻ കഴിയണം. അവർക്ക് ബസ്സിൽ, വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയണം. അവർക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെ നിർവഹിക്കാൻ, സ്വതന്ത്രമായി നിർവഹിക്കാനുള്ള സംവിധാനമുണ്ടാവണം. അവർക്ക് ജോലിക്ക് പോവാൻ കഴിയണം. അവർക്ക് സ്വസ്ഥമായി, സ്വതന്ത്രമായി, ഭയപ്പാടില്ലാതെ ഈ മേഖലകളിൽ, ഈ യാത്രകളിൽ വീട് വിട്ടിറങ്ങുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് മുന്നിൽ വന്നുപെടുകയാണ്. എന്നാൽ ഇസ്ലാം ഈ പ്രതിസന്ധിയെ വളരെ മനോഹരമായി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അന്യസ്ത്രീയും അന്യപുരുഷനുമായി എങ്ങനെ ഇടപെടണം? ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ ശൈത്താൻ. ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമായി ഒരു സ്ഥലത്ത് ഒരുമിക്കല്ലേ. ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമായി ഒരു സ്ഥലത്ത് ഒരുമിക്കല്ലേ. അവിടെ മൂന്നാമതായി പിശാചുണ്ടാകും എന്ന പ്രവാചകന്റെ വചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ കൂടി വേണം, മറ്റൊരാൾ കൂടി വേണം, ബന്ധുവായ ഒരാൾ കൂടി വേണം, ഏറ്റവും അടുത്ത ഒരാൾ കൂടി വേണം. ഒന്നിലധികം അല്ലെങ്കിൽ 2-ലധികം ആളുകൾക്കിടയിലാണെങ്കിൽ സാരമില്ല, അത് ശ്രദ്ധിക്കപ്പെടും, അത് നിരീക്ഷിക്കപ്പെടും. എന്നാൽ ഈ ഒരു സാഹചര്യം എല്ലാവരും ദുരുപയോഗം ചെയ്യും. അതിൽ ദുരുപയോഗം ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് പുരുഷനാണ്. ദുരുപയോഗപ്പെട്ടു പോകുന്നതിൽ, കുടുങ്ങിപ്പോകുന്നതിൽ സ്ത്രീകളും ആണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കി. രണ്ടാമത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് വസ്ത്രധാരണ രീതിയാണ്. ഏറ്റവും മാന്യമായ രീതിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വീട് വിട്ട് പുറത്തു പോകുമ്പോൾ ഒരു സ്ത്രീക്ക് മാന്യമായി പുറത്തുപോയി തിരിച്ചു വരാൻ ഉതകുന്ന വസ്ത്രധാരണ രീതിയാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ച് കേട്ടിരുന്നു. സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ ദുരവസ്ഥയെ കുറിച്ച് പഠിച്ച ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ 3 അംഗങ്ങളിൽപ്പെട്ട ഒരു സിനിമാ നടി, പഴയകാല സിനിമാ നടി, അവർ എഴുതിയിരിക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വേഷവിധാനമാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതിന് നിമിത്തമായി കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണ രീതി ശരീരം കാഴ്ചവെച്ചുകൊണ്ട്, ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളതാവരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 3 അംഗങ്ങളിൽപ്പെട്ട പഴയകാല സിനിമാ നടിയാണ്. ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞതല്ല. അപ്പൊ വസ്ത്രധാരണ രീതിയിൽ അപകടങ്ങളുണ്ട്, അപകടങ്ങളുടെ ഇല്ലായ്മയുമുണ്ട്. ഇസ്ലാം മുന്നിൽ വെച്ചിരിക്കുന്നത് മാന്യമായ രീതിയിൽ, അന്തസ്സായ രീതിയിൽ ഒരു സ്ത്രീക്ക് പുറത്തു പോയി വരാനുതകുന്ന വസ്ത്രധാരണ രീതിയാണ്. അതുപോലെ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരം, നടത്തം, അതിനെയൊക്കെ ഇസ്ലാം നിഷേധിച്ചിരിക്കുകയാണ്. വനിസാഉൻ, ഒരു സ്ത്രീ, കാസിയാത്തുൻ ആരിയാത്തും, അവൾ അതാ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല.
കാസിയാത്തുൻ ആരിയാത്തുൻ, അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല, നഗ്നയാണവൾ. പേരിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങി നടക്കുന്നു അവർ. ഒട്ടകത്തിന്റെ പൂഞ്ഞ ഇങ്ങനെ ഇളകി കുണുങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഇളക്കമുണ്ടല്ലോ, അതേ രീതിയിലാണ് അവർ നടന്നു പോകുന്നത്. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. അങ്ങനെ പുരുഷന്മാരെ വശീകരിക്കാൻ ഈ തെരുവിലൂടെ കുണുങ്ങി വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഉണ്ട്, ഇല്ല. അക്കോലത്തിൽ ആളുകളെ വശീകരിക്കാൻ മേക്കപ്പും ഇട്ട് ധരിച്ചു പോകുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നു, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ മണം പോലും, സ്വർഗത്തിന്റെ പരിമളം പോലും, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി കദാ വകദാ, സ്വർഗത്തിന്റെ പരിമളമാവട്ടെ ഇന്ന സ്ഥലത്തോളം വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിനും അകലെയായിരിക്കും, സ്വർഗത്തിന്റെ എത്രയോ അകലെയായിരിക്കും ഇത്തരത്തിൽ വേഷവിധാനത്തിൽ ആളുകളെ മയക്കി നടന്നു പോകുന്ന സ്ത്രീകളുടെ സ്ഥാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അപ്പോൾ വേഷവിധാനത്തിൽ അന്തസ്സുണ്ട്, അന്തസ്സാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അന്തസ്സുണ്ട്, ആ അന്തസ്സാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിലുള്ള നിർദ്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിവാഹം എന്നുള്ളത് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മതൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വിവാഹത്തിന്റെ തുടക്കത്തിൽ, കല്യാണത്തിന്റെ തുടക്കത്തിൽ, നിക്കാഹ് കഴിഞ്ഞത് മുതൽ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നത്. പിന്നെ ജീവിതത്തിന്റെ പരുവരുത്ത സമയങ്ങളിലൂടെ മുന്നോട്ട് പോയി പ്രായം കൂടി അങ്ങനെയാകുമ്പോഴോ മനസ്സിൽ നിന്നും സ്നേഹവും പ്രേമവും കൊഴിഞ്ഞു പോകുകയല്ല, അതിന് കുറച്ചുകൂടി മാറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് കാരുണ്യം ഇട്ടുകൊടുത്തു അല്ലാഹു. അന്ന് ആ കാരുണ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവർക്ക് പരസ്പരം താലോലിക്കാനും സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും, എഴുന്നേക്കാൻ കഴിയാത്ത ഭാര്യയെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഭർത്താവിനെ താങ്ങി പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാനും ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്നത്. അങ്ങനെ അവരുടെ ഹൃദയത്തിലേക്ക് പ്രണയവും കാരുണ്യവും നൽകിയിരിക്കുന്നത് അള്ളാഹുവാണ്. എന്താണ് ഇതിന് കാരണം? നിങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയണം. പുതിയ ചിന്ത അനുസരിച്ച് ആളുകൾക്ക് അവരുടെ യുവത്വത്തിൽ, അവരുടെ ചോരത്തിളപ്പിൽ ഇതുപോലെ ഒന്നായി ജീവിക്കാം. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് പിരിയാം. അപ്പൊ ചിലപ്പോൾ സ്ത്രീ ഗർഭിണിയായിരിക്കും, അവൾ പ്രസവിക്കട്ടെ, വിധവയായി പ്രസവിക്കട്ടെ. ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് പാശ്ചാത്യ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് കണക്കില്ലാത്ത വിധത്തിൽ വിധവകൾ വർദ്ധിച്ചിരിക്കുന്നു. പിതാക്കളെ അറിയാതെ മക്കൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്റെ പിതാവ് ആരാണെന്ന് എനിക്കറിയില്ല. ആ ഒരു ചിന്തയാണ് ഇവിടെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ വരെ കൊണ്ടുവരാൻ പോകുന്നത്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, യാ മാശറ ശബാബ്, യുവാക്കളെ, മനിസ്തത്താൽ ബാഅത ഫൽയതസവ്വജൂ, നിങ്ങളിൽ കഴിവുള്ളവർ, കല്യാണം കഴിക്കാൻ കഴിയുന്നവർ കല്യാണം കഴിക്കണേ. കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകരുതേ. എന്തെങ്കിലും കാരണം കൊണ്ട് കല്യാണം കഴിക്കാൻ കഴിയാതെ പോയാൽ അവർ നോമ്പനുഷ്ഠിക്കട്ടെ, മനസ്സിൽ തെക്കുവയുണ്ടാകും. എന്താണ് കല്യാണം കഴിക്കേണ്ടത്, കല്യാണം കഴിക്കണമെന്ന് പറയാൻ കാരണം? അവർക്ക് അവരുടെ കണ്ണുകളെ താഴ്ത്താൻ കഴിയും. പോകുന്ന സ്ത്രീകളെയൊക്കെ, പോകുന്ന പുരുഷന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആസ്വദിക്കാനുള്ള സ്വഭാവം അവരിൽ നിന്ന് പോകണം. അവർക്ക് അവരുടെ സ്വകാര്യ അവയവങ്ങളെ
ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കാനും സുരക്ഷിതമാക്കാനും കഴിയും. അള്ളാഹു അനുവദിച്ച രീതിയിൽ മാത്രം അത് കൈയാളുന്നതിലൂടെ ആ ഒരു സ്വഭാവവും അവർക്കുണ്ടാവും. മനുഷ്യ സഹജമായ ഇഷ്ടങ്ങളും പ്രണയവും ഒക്കെ അള്ളാഹു അനുവദിച്ച രീതിയിൽ വിവാഹം കഴിച്ചുകൊണ്ട് നിർവഹിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇവിടെ തലമുറകൾ ഉണ്ടാവണം. ഇവിടെ തലമുറകൾ ഉണ്ടാകുമ്പോ ജനിച്ചു വീഴുന്ന കുഞ്ഞ് എന്റെ പിതാവാരാണ്, എന്റെ മാതാവാരാണ് എന്ന വ്യക്തമായ ബോധ്യത്തോടെ അന്തസ്സോടെ ഇവിടെ ജനിച്ചു വളരാൻ കഴിയണം. ഒരു വ്യക്തമായ മേൽവിലാസം അവനുണ്ടാവണം. ആ മേൽവിലാസമാണ് ഇസ്ലാം നിർദ്ദേശിച്ച വൈവാഹിക കർമ്മത്തിലൂടെ കൊടുത്തു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇസ്സതി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വഅംനൈൻ. അള്ളാഹു പറയുന്നതായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഹദീസുകൾ പല രീതിയിലുമുണ്ട്. ഇത് ഖുദ്സിയായ ഹദീസാണ്. പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അങ്ങനത്തെ ആ ഹദീസിൽ പറയുകയാണ്, എന്റെ അടിമകൾക്ക് രണ്ട് ലോകത്തും ഒരേ അവസ്ഥ ഉണ്ടാവൂല. എന്റെ അടിമക്ക് രണ്ട് ലോകത്തും ഒരേ അവസ്ഥ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ ലോകത്ത് സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുകയും ആരെയും ഭയപ്പെടാതെ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ മരിച്ചു പോവുകയും പരലോകത്തും അതേ രീതിയിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്യുക എന്നൊരു അവസ്ഥ ഉണ്ടാവൂല. ഈ ലോകത്ത് പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടി പല രീതിയിലും പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും അതേപോലെ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കേണ്ടി വരും. അതും ഉണ്ടാവൂല. ഈ ലോകത്ത് സുഖലോലുപനായി ജീവിക്കുന്ന ആളിന് പരലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടി വരും. അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇവിടെ സുഖിച്ചാൽ അവിടെ ദുഃഖിക്കേണ്ടി വരും. ഇവിടെ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചാലോ പടച്ചവന്റെ നിർദ്ദേശങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവതന്ത്ര സ്വതന്ത്രനായി ജീവിക്കാതെ പടച്ചവൻ പറഞ്ഞ നിയമങ്ങൾക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. ഇഷ്ടം പോലെ സമ്പാദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഹലാലായ മാർഗം നോക്കേണ്ടി വരും. മുന്നിലുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഹലാലായ ഭക്ഷണമാണോ എന്ന് നോക്കേണ്ടി വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ജീവിതത്തിൽ പടച്ചവൻ നൽകുന്ന പരീക്ഷണങ്ങളും ഉണ്ടാവും. അവിടെയൊക്കെ തവക്കൽ ചെയ്ത് ജീവിച്ചാൽ നാളെ പരലോകത്ത് ഇവിടെ ആർമാദിച്ച് ജീവിക്കുന്നവനേക്കാൾ മനസ്സമാധാനത്തോടെ അവിടെ വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയും. രണ്ട് ലോകത്തും ഒരേ അവസ്ഥ ഉണ്ടാവൂല. ഇവിടെ പടച്ചവനെ ഭയപ്പെട്ട് ജീവിച്ചാൽ പരലോകത്ത് സന്തോഷകരമായ ഒരിക്കൽ പോലും വിഷമം അനുഭവിക്കേണ്ടതില്ലാത്ത ജീവിതമായിരിക്കും പടച്ചവൻ പ്രദാനം ചെയ്യുക. അത്തരത്തിൽ ജീവിക്കുന്ന മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.